إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുഖ്യ ശത്രു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയത് ഇബ്ലീസിനെയാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് നമ്മെ പുറത്താക്കാൻ കാരണമായിട്ടുള്ളത്, നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തട്ടിക്കളയാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന, നമ്മെ വഴികേടിലാക്കാനും നരകത്തിലേക്ക് എത്തിക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ് സൂറത്തുൽ നിസായിലെ ആയത്തുകൾ. ശിർക്കിനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പുറത്തു തരികയില്ല. അല്ലാഹുവിനുള്ള ഇബാദത്ത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുന്നത് അത് അല്ലാഹു പുറത്തു തരികയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത വിഷയങ്ങൾ അത് അല്ലാഹു പൊറുക്കുന്ന കാര്യം പരിഗണിക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ضل ضلالا بعيدا. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നവൻ അവൻ അങ്ങേയറ്റം വഴിപഴിച്ചു പോയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇൻ യദ്ഊന ഇല്ലാ ഇനാസ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനൻ മരീദ. അവര് മക്കയിലെ മുശ്രിക്കുകൾ അവര് സ്ത്രീകളായിട്ടുള്ള ദൈവങ്ങളെയാണ്, ദേവിമാരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് മലക്കുകളെ അവര് അള്ളാഹുവിന്റെ പുത്രിമാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലാത്ത, ഉസ്സ, മനാസയെ പോലുള്ള ദൈവങ്ങൾ അവർ ദേവിമാരാണ് എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ശൈത്താനെ തന്നെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. ലഅനഹുല്ലാഹ്, അല്ലാഹു അവനെ, ഇബ്ലീസിനെ അവന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. ശൈത്താനെ അല്ലാഹുവോട് പറയുകയാണ്, നിന്റെ അടിമകളിൽ നിന്ന് ഞാനൊരു വിഭാഗത്തെ ഞാൻ അടർത്തി മാറ്റും, എന്നിട്ട് അവരെ ഞാൻ പിഴപ്പിക്കും. വല ഉദല്ലന്നഹും വല ഉമന്നിയന്നഹും, അവരെ ഞാൻ പിഴപ്പിക്കും. ധാരാളം വൃഥാമോഹങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഞാൻ പിഴപ്പിക്കുമെന്ന് അള്ളാഹുവോട് ശൈത്താൻ ആണയിട്ട് പറയുകയാണ്. വല ഉദല്ലന്നഹും വല ഉമന്നിയന്നഹും, ധാരാളം കണക്കിന് സത്യങ്ങൾ ചെയ്തുകൊണ്ട് ഉറപ്പിച്ചാണ് പറയുന്നത്, തറുപ്പിച്ചാണ് പറയുന്നത്. വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം. അങ്ങനെ അവര് വഴി പഴച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവരോട് കൽപ്പിക്കും, അങ്ങനെ അവര്
ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കയായിട്ടൊക്കെ എന്ത് ചെയ്യും, സമർപ്പിക്കുന്ന മൃഗങ്ങളെ, കന്നുകാലികളുടെ ചെവികൾ അവർ അറുത്ത് കളയും, അതിനെ ഛേദിച്ചു കളയും. അങ്ങനെ ആ വഴികേടിന്റെ അങ്ങേ അറ്റത്തെ സംബന്ധിച്ച് പറയുകയാണ്, അവരോട് ഞാൻ കൽപ്പിക്കും. ശൈത്താൻ പറയാണ്, മനുഷ്യരോട് ഞാൻ കൽപ്പിക്കും, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രൂപം തന്നെ അവർ മാറ്റിക്കളയും എന്നുള്ളതാണ്. ഇതാണ് വഴികേടിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങളിൽ പെട്ടതാണെന്ത്? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അല്ലാഹു അവനാകുന്നു ഖാലിഖ്, സൃഷ്ടാവ്, എല്ലാം കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. എന്നിട്ട് ഇല്ലായ്മയിൽ നിന്ന് അവൻ സൃഷ്ടിയെ ഉണ്ടാക്കുന്നു, അതാണ് ബാരി. വൽ മുസവ്വിർ, ആ സൃഷ്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപം നൽകുന്നു. ഇത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത്, കൈകടത്തുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പുളവാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിനോട് മത്സരിക്കുന്ന ആളുകളാണ്. ആ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ, രൂപമുണ്ടാക്കുന്ന ആളുകൾ, ജീവനുള്ള ചിത്രം നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹുവിന്റെ അടുത്ത് ലഭിക്കുക. കാരണം അവർ ചെയ്തത് എന്താണ്? അല്ലാഹുവിന്റെ മാത്രം പണിയായിട്ടുള്ള കാര്യമാണെന്ത്? ഒരു രൂപമുണ്ടാക്കുക, രൂപം നൽകുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശേഷമാണ് അൽ മുസവ്വിർ. അതിനോട് അവർ എന്ത് ചെയ്യാണ്? മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാഹ്, അല്ലാഹുവോട് മത്സരിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ രൂപം നൽകുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ, പ്രതിമ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത്? അല്ലാഹു സൃഷ്ടിച്ചതിന്റെ അതേ രൂപത്തിൽ അതിന്റെ പകർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലേറെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണെന്ത്? അല്ലാഹു സൃഷ്ടിച്ച രൂപത്തെ അതിനെ വികലമാക്കുക എന്ന് പറയുന്നത്, അതിനെ രൂപമാറ്റം വരുത്തുക എന്ന് പറയുന്നത് അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്ന് അല്ലാഹു ഏറ്റവും പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുള്ള ആ മനുഷ്യരൂപത്തെ മാറ്റം വരുത്തുക എന്ന് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരവ് നൽകി പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് മനുഷ്യരാശിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ, ഖലഖല്ലാഹു ആദമ ഫീ സൂറത്തിർ റഹ്മാൻ, അല്ലാഹുവിന്റെ രൂപത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു പഠിച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അത്രയേറെ ഉന്നതമായ രൂപത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത്, അതിൽ വെട്ടും തിരുത്തു വരുത്തുക എന്ന് പറയുന്നതിന്റെ ഗൗരവം എത്രയാണ്. അതുകൊണ്ടാണ് പിശാച് പിഴപ്പിക്കുന്നതിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് അത് അല്ലദീന യുഗയ്യിറൂന ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ രൂപം, അല്ലാഹു നൽകിയിട്ടുള്ള രൂപത്തെ അതിൽ മാറ്റം വരുത്തുന്ന ആളുകൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിനെ, സൂറത്തുൻ നിസായിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു നൽകിയ രൂപത്തെ മാറ്റുക എന്നുള്ളത് അത് രണ്ട് രീതിയിലാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് മാനസികപരമായിട്ട് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു രൂപമുണ്ട്, ഒരു ഫിത്രത്തുണ്ട്, ഒരു ശുദ്ധ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നതാണ് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ പ്രകൃതത്തിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണത്.
അള്ളാഹുവെ തിരിച്ചറിയുക എന്നുള്ളത്, അള്ളാഹുവെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള തേട്ടമാണ്. അള്ളാഹുവെ സ്വന്തത്തെ പടച്ചിട്ടുള്ള പരിപാലിച്ചു പോരുന്നവനെ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ഒരാളുടെ ഉള്ളിലുള്ള തേട്ടമാണ്. അത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ശുദ്ധ പ്രകൃതിയാണത്. അത് ലാ തബ്ദീല ലിഖൽഖില്ല, ആ ഒരു സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും നേരായിട്ടുള്ള ദീൻ എന്ന് പറയുന്നത്. ഈ ഒരു മാറ്റം വരുത്താതെയുള്ള ശുദ്ധ പ്രകൃതിയിൽ ഒരു മാറ്റം വരുത്താതെയുള്ള ആ പ്രകൃതമാണെന്ന്, ആ ദീനാണ് ഏറ്റവും നേരായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ശുദ്ധ പ്രകൃതിയിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അത് വിഗ്രഹത്തെ ആകട്ടെ, അതുപോലെ തന്നെ കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ള ഖബറുകൾ ആരാധിക്കുന്നവരാകട്ടെ, ഇവരെല്ലാം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ശൈത്താൻ അവരെ പിഴവിന്റെ അങ്ങേയറ്റത്തെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതിയിൽ തന്നെ മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ നിഅമത്തുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ആ നാവ് കൊണ്ട്, ആ ഹൃദയം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്നത്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രകൃതമാണ്. പുരുഷന്മാരതായിട്ടുള്ള എന്തുണ്ട്? ഒരു പ്രകൃതിയുണ്ട്. അവർക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൗരുഷമുണ്ടാകും, ആണത്തമുണ്ടാകും, ധൈര്യമുണ്ടാകും. അതുപോലെ തന്നെ ഒരു പരുപരുക്കൻ സ്വഭാവമുണ്ടാകും. അത് ആണുങ്ങളുടെ ഒരു ശുദ്ധ പ്രകൃതിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അവരിൽ ലജ്ജയും നാണവും അതുപോലെ തന്നെ ആ ഒരു നൈർമല്യവും ഒക്കെ അവരിൽ ഉണ്ടാകും. ആ ഒരു സ്ത്രൈണത ഒരു സ്ത്രീയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇന്ന് ആ ഒരു കാര്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണത്തമുള്ള സ്ത്രീകളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുരുഷന്മാരൊരു പെണ്ണത്തമുള്ള പുരുഷനായി കഴിഞ്ഞാൽ, അത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു ഹൽഖില്, അവൻ നൽകിയിട്ടുള്ള ഹൽഖില് മാറ്റം വരുത്തലാണ്, ആ പ്രകൃതിയിലുള്ള മാറ്റം വരുത്തലാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ, ഞാൻ എൻ്റെ സൃഷ്ടികളായിട്ടുള്ള അടിമകളെ, മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചുള്ളത് ഹുനഫാക്കളായിട്ടാണ്. അഥവാ സത്യത്തിലേക്ക് ചാഞ്ഞവരായിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ശൈത്താന്മാർ അവരെന്ത് ചെയ്യാണ്? വലിച്ചഴിച്ച് എന്തിലേക്ക് കൊണ്ടുപോവാണ്? ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രകടമായിട്ടുള്ള രൂപത്തിൽ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളത്, ശരീര രൂപത്തിൽ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളത്. ആ വിഷയത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് വന്നിട്ടുള്ളത്. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തൗശിമാത്, പച്ചകുത്തുന്ന സ്ത്രീകളെയും അത് കുത്തി കൊടുക്കുന്ന സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്, ശപിക്കട്ടെ എന്നുള്ള ദുആയും അതിലുണ്ട്. അതുപോലെ തന്നെ വന്നാമിസാത്ത് വൽ മുതനമ്മിസാത്ത്, അതുപോലെ തന്നെ പുരികരോമങ്ങളിൽ നിന്ന് പറിച്ചു കളയുന്ന, പ്ലക്ക് ചെയ്യുന്ന സ്ത്രീകളെയും അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സ്ത്രീകളെയും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ മുതഫല്ലിജാത്ത് ലിൽ ഹുസ്ൻ, ഭംഗിക്ക് വേണ്ടിയിട്ട് പല്ലില് വിടവുകൾ ഉണ്ടാക്കി തീർക്കുന്ന സ്ത്രീകളെ, അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വൽ മുതഗയ്യിറാത്തി ലിഖൽഖില്ലാഹ്, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹദീസിൽ ചിന്തിക്കുന്ന സമയത്ത്
സ്ത്രീകൾ ഈ വിഷയത്തിൽ, അവരുടെ സൗന്ദര്യ വിഷയത്തിൽ ഈ തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തുമ്പോൾ വളരെയധികം മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഒരു സ്ത്രീയുടെ രൂപം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയൊന്നുമില്ല. ഈ തരത്തിൽ പുരികത്തിൽ മാറ്റം വരുത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ പച്ച കുത്തുന്ന സമയത്തൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നും വരുന്നില്ല. എന്നിട്ട് പോലും അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അള്ളാഹു അവരെ അവന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അപ്പോ പ്രകടമായിട്ടുള്ള മാറ്റം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിന്റെ ഗൗരവം എന്തായിരിക്കും? ശാരീരികമായിട്ട് പ്രകടമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിൽ ഖുത്ബ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് ഹജ്ജിന്റെ വേളയിൽ. അവിടെ സ്ത്രീകള് അവരുടെ മുടിയിലേക്ക് ചേർത്തി വെക്കുന്ന ഒരു മുടി അദ്ദേഹം കാണുകയുണ്ടായി. സ്ത്രീകള് എന്താണ് ഭംഗിക്ക് വേണ്ടിയിട്ട്, നീളം കൂട്ടാൻ വേണ്ടിയിട്ട് മുടി എന്ത് ചെയ്യാണ്? അവരുടെ മുടിയിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ. അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള മാറ്റമാണ്. ആ ഒരു മുടി കണ്ടിട്ട്, വീണ് കിടക്കുന്നത് കണ്ടിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അൻ മിസ്ലി ഹാദാ. ഈ വിഷയങ്ങളെ പോലുള്ള കാര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹലകത് ബനു ഇസ്രായീൽ ഹീന ഇത്തഖദത് ഹാദിഹി നിസാഉഹും. ഈ തരത്തിൽ മുടി നീളം കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മുടി ഫിറ്റ് ചെയ്തതുകൊണ്ടാണ് ബനു ഇസ്രായേലികൾ എന്ത് ചെയ്തിട്ടുള്ളത്? പിഴച്ചു പോയി, അവർ നശിച്ചു പോയിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരെ ഇത്രയധികം ലഅനത്തിന് പാത്രമാകുന്നുണ്ടെങ്കിൽ വ്യക്തമായ രൂപത്തിലുള്ള രൂപമാറ്റങ്ങളുടെ വിഷയം എന്തായിരിക്കും? ഉലമാക്കള് ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള വിഷയമാണെന്ത്? താടി വടിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് പുരുഷന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവർക്ക് നൽകിയ രൂപത്തിൽ രൂപമാറ്റം വരുത്തുന്നതാണ് താടി വടിക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എത്രയാണ്? താടിയെ വിട്ടേക്കാനും താടിയെ വളർത്താനും അത് പുരുഷന്മാരുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ജൂത മജൂസികളിൽ നിന്നുള്ള വേർതിരിവാണെന്നുള്ളത് നസ്സായിട്ട് ഹദീസുകൾ വന്നു. മാത്രമല്ല താടിയെ വടിക്കുന്നത് ഹറാമാണെന്നുള്ളത് ഉലമാക്കള് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഐക്യകണ്ഠേന അതിൽ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്ൻ ഹസ്ം അദ്ദേഹത്തിന്റെ മറാത്തിബുൽ ഇജ്മായിൽ പറഞ്ഞിട്ടുണ്ട്, താടി വടിക്കുക എന്നുള്ളത് ഹറാമാണെന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാരെ ഏകോപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഈ തരത്തിലുള്ള എല്ലാ രൂപമാറ്റങ്ങളും അത് എത്രയധികം വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ലഅനത്തും ശിക്ഷയും ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഫ്സിസ് മിൻഹും ബിസൗതിക്. ശൈത്താനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്ലീസിനോട് പറയാണ്, നിന്റെ കഴിവിന്റെ പരമാവധി മനുഷ്യരെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് നീ നിന്റെ ശബ്ദം കൊണ്ട് നീ ശ്രമിക്കുക. വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക. നിന്റെ കുതിരപ്പടയാളികളെ കൊണ്ടും അതുപോലെ തന്നെ കാലാൽ പടയാളികളെ കൊണ്ടും നീ അവരെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മള് ആധുനിക ഈ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ സാമൂഹിക കലാ മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ ഫാഷൻ മേഖലകൾ നോക്കുകയാണെങ്കിലും ഏത് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും സാമൂഹിക മാധ്യമങ്ങളുടെ മേഖല എടുത്തു നോക്കുകയാണെങ്കിലും ഒക്കെ അതിന്റെ എല്ലാം ആധിപത്യം എന്ന് പറയുന്നത്
അത് ശൈത്താന്റെ പടയാളികളുടെ ആധിപത്യം അതിന്റെ മേലെല്ലാം തന്നെ ഉണ്ട്. അവർ ശ്രമിക്കുന്നത് എന്താണ്? അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള ആ ശുദ്ധ പ്രകൃതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അള്ളാഹു സൃഷ്ടിച്ചുള്ള ശുദ്ധ പ്രകൃതിയിൽ മാറ്റം വരുത്തുക, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ആ രൂപത്തിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആണുങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധാരാളം ആണുങ്ങൾ സ്ത്രീകളാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്ത് ചെയ്യാണ്? സ്ത്രീകൾ ഉപയോഗിക്കുന്ന അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നു, ആ തരത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാണെങ്കിലോ പുരുഷന്മാരെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എല്ലാവിധ മേഖലകളും അതിന്റെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ശൈത്താന്റെ ആളുകൾ, ശൈത്താനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സയനിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അവരെല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശൈത്താന്റെ ദജ്ജാലിന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റക്കണ്ണന്റെ ആളുകളാണ് അവർ. അപ്പോ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരികം പറിക്കുന്നതിന് ലാനത്തുണ്ടെന്ന് പറയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ആണ് പെണ്ണിന്റെ രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ, പെണ്ണൊരാണിന്റെ രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അതല്ലെങ്കിൽ ഒരു ആണിന്റെ ഫിത്രത്ത് തന്നെ മാറിപ്പോവുകയാണെങ്കിൽ, ഒരു പെണ്ണിന്റെ ഫിത്രത്ത് തന്നെ മാറിപ്പോവുകയാണെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണെന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് പോയിട്ട് എന്താണ്? ശൈത്താന്റെ രൂപം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? കവിളുകളിലൊക്കെ തുളയിട്ടുകൊണ്ട്, അതുപോലെ തന്നെ നാവ് പാമ്പിനെ പോലെ കീറിക്കൊണ്ട്, അതുപോലെ തന്നെ ശരീരമാസകലം പച്ച കുത്തിക്കൊണ്ട് ശൈത്താന്റെ രൂപം പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നായയുടെ രൂപം പ്രാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതിനെല്ലാം തന്നെ സമൂഹത്തിൽ വളരെയധികം അവർക്കാണ് സ്വീകാര്യതയും അവർക്കാണ് പ്രചാരവും ഒക്കെ ഉള്ളത്. എത്ര ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അവരെ സംബന്ധിച്ച്, വഇദാ തവല്ല സഅ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. അവര് ഭൂമിയിൽ ഈ തരത്തിലുള്ള അക്രമങ്ങള്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, കൃഷിയും അതുപോലെ തന്നെ വംശ പരമ്പരയെ തന്നെ എന്ത് ചെയ്യാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക ലോകക്രമത്തിൽ ഒരു സംഗതി പോലും, ഒരു കാര്യം പോലും നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ഒറിജിനായി അള്ളാഹു സൃഷ്ടിച്ച രൂപത്തിൽ തന്നെ ലഭിക്കുന്ന അവസ്ഥയില്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെയും ഇതിൽ നിന്ന് സംരക്ഷിക്കട്ടെ. കാരണം ഇന്നത്തെ ആധുനിക സ്കൂളുകളാണെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഇവരുടെ തന്നെ ആധിപത്യമാണുള്ളത്. അവിടെയൊക്കെ വലി വീശിപ്പിടിക്കാൻ ആളുകൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ശൈത്താൻ ഈ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. സൂറത്ത് നിസായിൽ ആയത്തിൽ അവന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലഖദ് സദ്ദഖ ഇബ്ലീസു വന്നഹു. ശൈത്താൻ ആഗ്രഹിച്ചതൊക്കെ മനുഷ്യന്മാർ സാക്ഷാത്കരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശൈത്താൻ ഇങ്ങനൊക്കെ ആഗ്രഹം പറഞ്ഞു അള്ളാഹുവിനോട്. പക്ഷെ എന്താണ്? വലഖദ് സദ്ദഖ ഇബ്ലീസു വന്നഹു ഫത്തബഊഹു. ജനങ്ങള്, മനുഷ്യരായിട്ടുള്ള നമ്മുടെ മുഖ്യ ശത്രുവിന് എന്ത് ചെയ്യാണ്? അവ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. ഇല്ല ഫരീഖൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം ഒഴികെ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر دينك وكتابك وسنة نبيك وعبادك المؤمنين. اللهم فرج هم المهمومين ونفذ كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين برحمتك يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم